ഇന്നത്തെ ടോപ്പിക്ക് വേനൽക്കാല ഭക്ഷണം എങ്ങനെ ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം. ചുട്ടുപൊള്ളുന്ന വേനലാണ്. ഈ സമയത്ത് നമ്മെ പിടികൂടുന്ന രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ കൂടുതലാണ്. ഇതിനെ അതിജീവിക്കാൻ നമ്മുടെ ആഹാരത്തിൽ കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമം വേണമെന്നുള്ളതാണ്. മറ്റ് കാലാവസ്ഥയെ അപേക്ഷിച്ച് ഈ ചൂട് കാലത്ത് നമുക്ക് ഭക്ഷണം ഒരു ചിട്ടയായി ക്രമപ്പെടുത്തണം. ശരീരം കൂടുതൽ വിയർക്കുന്നത് കൊണ്ടിട്ട് ശരീരത്തിന് കൂടുതൽ ക്ഷീണം, തളർച്ച, ഹീറ്റ് സ്ട്രോക്ക് എന്നിവയുണ്ടാകാം. ഇതിന് ധാരാളം വെള്ളം കുടിക്കണം. ഈ ശരീരം കൂടുതൽ വിയർക്കുന്നതിനാൽ ശരീരത്തിൽ നിന്ന് ജലവും ലവണങ്ങളും ഒക്കെ നഷ്ടപ്പെടും. ഇതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. നല്ല തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ വെള്ളം, നാരങ്ങ വെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം ഇവയൊക്കെ കുടിക്കാവുന്നതാണ്. ഇനി ചുട്ടുപൊള്ളുന്ന വേനലിൽ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇനി യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വഴിവക്കിലും തട്ടുകടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന കളർ ചേർത്ത വെള്ളങ്ങളോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തിരിക്കുന്ന വെള്ളങ്ങളോ ഒന്നും കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുടിക്കുന്നതിനാൽ ഛർദി, അതുപോലെ തന്നെ വയറിളക്കം ഇവയൊക്കെ ഉണ്ടാകാം. ഇനി ബോട്ടിലുകളിൽ കിട്ടുന്ന കോളാപാനീയങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതും നമ്മൾക്ക് നല്ലതല്ല. ഇനി ആഹാരം എങ്ങനെയായിരിക്കണം? ഭക്ഷണം കൂടുതൽ അളവിൽ കഴിക്കാതിരിക്കുക, അളവ് നിയന്ത്രിച്ച് കഴിക്കുക, മിതമാക്കുക. വലിയ അളവിൽ ഭക്ഷണം കഴിക്കാതെ ചെറിയ അളവിൽ ഇടവേളകളിട്ട് ഭക്ഷണം കഴിക്കുക. ഈ ചൂട് കാലത്ത് ദഹനരസങ്ങളുടെ ഉൽപ്പാദനം കുറവായിരിക്കും. അതിനാൽ നമ്മൾക്ക് പതിയെ മാത്രമേ ദഹിക്കുകയുള്ളൂ. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൂടുതലുള്ള ഭക്ഷണമാണെങ്കിൽ നല്ലത്. ഇനി എരിവ്, മസാല, പുളി ഇത് കൂടുതലുള്ള ഭക്ഷണമാകരുത്. അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തു പൊരിച്ച ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ, കോളാപാനീയങ്ങൾ, മധുരം കൂടുതൽ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പ് കുറച്ചിട്ടുള്ള ആഹാരം തന്നെ ആയിരിക്കണം. പ്രോട്ടീനുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കണം. ഇറച്ചി വർഗ്ഗങ്ങളിൽ റെഡ് മീറ്റുകൾക്ക് ഉപയോഗം കുറച്ച് വെക്കണം. അതിന് പകരം മത്സ്യം ഉപയോഗിക്കാം. മുട്ടവെള്ള, തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുകൾ ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മുളപ്പിച്ച പയർ ഈ സമയത്ത് ഏറ്റവും ഗുണകരമാണ്. ഇനി വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാരം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം ഓരോ നേരം നമുക്ക് ദാഹമില്ലെങ്കിൽ കൂടി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആണെങ്കിൽ വീട്ടിൽ പേരൻസ്, അമ്മമാർ ശ്രദ്ധിക്കണം. അവർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ ബോട്ടിലെങ്കിലും ഇവർക്ക് കൊടുത്തു വിടേണ്ടതാണ്. ഇനി ശരീരം തണുപ്പിക്കുന്ന ആഹാരങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായത് വെള്ളരിക്ക. വെള്ളരിക്കയിൽ ഫൈബേഴ്സ് കൂടുതലുണ്ട്, അതുപോലെ വെള്ളമുണ്ട്. ഇത് മലബന്ധം തടയാനും ശരീരത്തിൽ ആവശ്യമുള്ള ജലാംശം പ്രദാനം ചെയ്യാനും സഹായിക്കും. അതുപോലെ തക്കാളിയിൽ ഉള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ലൈക്കോപ്പീനുണ്ട്. അത് നമ്മളുടെ വേനൽക്കാല രോഗങ്ങളെ തടഞ്ഞു നിർത്തുകയും വേനൽക്കാലത്ത് ശരീരത്തിൽ ഏൽക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി തൈര് ഉപയോഗിക്കുന്നത് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരം തണുക്കാനും നമ്മുടെ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബയോട്ടിക്കാണ് തൈര്. തൈരിൽ പ്രോട്ടീനുണ്ട്, അതുപോലെ കാൽഷ്യം സമ്പന്നമാണ്. ഒരു ദിവസം തൈരായിട്ടോ യോഗേർട്ടായിട്ടോ അല്ലെങ്കിൽ മോരും വെള്ളമായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഇലക്കറികൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇലക്കറികൾ ഈ ചൂടുകാലത്ത് ഉപയോഗിക്കണം. ഇതിൽ കൂടുതലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്. വിറ്റമിൻസും മിനറൽസും ഒക്കെ സമൃദ്ധമാണ്. ഇതിനാൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാൻ മടിക്കരുത്. ഇനി കരിക്കിൻ വെള്ളം പൊട്ടാസ്യത്താൽ സമൃദ്ധമാണ്. നമ്മളുടെ വേനൽ ചൂടിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊട്ടാസ്യമൊക്കെ നഷ്ടപ്പെടാം. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കരിക്കിൻ വെള്ളം ഉപയോഗപ്രദമാണ്. ഈ ഉള്ളി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ സാലഡ്സിൽ ഉൾപ്പെടുത്താം, കറികളായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്, സൂപ്പുകളായി ഉപയോഗിക്കുക. ഉള്ളിയിൽ കൊർസെറ്റിൻ എന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇത് ശരീരം തണുപ്പിക്കാനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കും. ഇനി പഴവർഗ്ഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും പഴവർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ പ്രധാനമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്
പൈനാപ്പിൾ വേനൽക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെ തടയാനും വേനൽ ചൂടിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. മാമ്പഴത്തിൽ ബീറ്റാ കരോട്ടീൻ, വിറ്റമിൻ എ, വിറ്റമിൻ സി എന്നിവയാൽ സമൃദ്ധമാണ്. ഈ സമയം നമ്മളുടെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് ഇതുപോലെ തന്നെ വേനൽക്കാലത്തെ നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കും. തണ്ണിമത്തൻ 91% വെള്ളം കൂടിയ ആഹാരമാണ് തണ്ണിമത്തൻ. വേനൽക്കാലത്ത് ഏറ്റവും സുലഭവുമാണ്. ഈ സമയത്ത് നമ്മൾക്ക് ഏറ്റവും അധികം ജലാംശം പ്രൊവൈഡ് ചെയ്യുകയും വിറ്റമിൻസും ന്യൂട്രിയൻസും ഈ സമയത്ത് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലഭ്യമാകുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. പഴങ്ങളും പച്ചക്കറികളും ധാരാളം നമ്മൾ ഈ വേനൽ ചൂടിനെ അതിജീവിക്കുവാൻ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. വേനൽക്കാലത്ത് വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 11 മുതൽ 4 മണി വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പതിയെ നടക്കുന്നത് മതിയാകും. അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ദിവസം 2 നേരം കുളിക്കുക. ശരീരം നല്ല രീതിയിൽ നമ്മൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണവും അതുപോലെ തന്നെ ആരോഗ്യപ്രദമായ ഒരു ജീവിതശൈലിയും ഈ വേനൽ ചൂടിനെ അതിജീവിക്കുവാൻ ഏറ്റവും അത്യാവശ്യമാണ്.